അയ്യപ്പ സംഗമത്തിലെ യോഗി ആദിത്യനാഥിന്റെ ആശംസയെ അത്രമേൽ സ്വീകാര്യതയോടെയായിരുന്നു ഇടതുപക്ഷം നോക്കിക്കണ്ടത്. യോഗി എത്തിയില്ലെങ്കിലും ആശംസ അറിയിച്ചല്ലോ എന്നുള്ള പിണറായിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അയ്യപ്പ സംഗമം വിജയിക്കട്ടെ എന്ന യോഗിയുടെ കത്ത് ദേവസ്വം മന്ത്രി വരെ വായിക്കുകയുമുണ്ടായി. BJP നേതാവ് ആയതുകൊണ്ട് തന്നെ സംഗമത്തിന് ആശംസ അറിയിച്ചപ്പോൾ വലിയ രീതിയിൽ അത് പ്രചരിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു വേദിയിലെ കത്ത് വായനയുടെ ലക്ഷ്യവും. എന്നാൽ പ്രതിപക്ഷം വിഷയമെടുത്തൊന്ന് കുടഞ്ഞു. ഇപ്പോൾ ആ വിഷയത്തെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്തിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് പറ്റിയ ഏറ്റവും നല്ല കൂട്ട് യോഗി ആദിത്യനാഥ് ആണെന്നും സതീശന്റെ പരിഹാസം. യോഗി ആദിത്യനാഥിന്റെ സന്ദേശത്തിലൂടെ എന്താണ് CPM ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. BJPയുമായി അവിശുദ്ധ ബാന്ധവം CPMനുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗിയുടെ സന്ദേശമെന്നാണ് സതീശന്റെ വാദം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട്. യോഗി സർക്കാർ അയ്യപ്പ സംഗമത്തിന് സന്ദേശം നൽകിയ സാഹചര്യത്തിൽ പിന്നെ മറ്റൊരു അയ്യപ്പ സംഗമം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഇരുകൂട്ടർക്കും ഒരു പരിപാടി മതിയായിരുന്നു. കേരളത്തിൽ ജാതി മത സ്പർദ്ധയുണ്ടാക്കാൻ നിരന്തരമായി ശ്രമിക്കുകയും മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന സന്ദേശം വ്യക്തമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM ഭൂരിപക്ഷ പ്രീണനമാണ് നടത്തുന്നത്. ന്യൂനപക്ഷ പ്രീണനം വിജയിക്കാത്തതിനാലാണ് ഇപ്പോൾ ചുവടുമാറ്റിയത്. മുഖ്യമന്ത്രിയുടേത് കപടഭക്തിയാണ്. മുൻപ് ശബരിമലയിൽ ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ CPMന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവയ്ക്കുകയാണെന്നും സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലർക്കും ഇനി ഓരോ മതത്തിന്റെയും സംഗമം അവർ നടത്തുമോ? ഹിന്ദു മഹാസംഗമം, ഇസ്ലാം സംഗമം, ക്രൈസ്തവ സംഗമം. ഇവർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇവരുടെ ചെയ്തികൾ കണ്ട് തലയിൽ കൈവയ്ക്കുകയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇനി UDFന് വോട്ട് ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ നല്ല കാര്യങ്ങളും UDF പിന്തുണ നൽകും. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകങ്ങളുമായി UDF സഹകരിക്കില്ല. മുഖ്യമന്ത്രി പരിഹാസ്യനാവുന്ന പോലെ പരിഹാസ്യരാവാൻ പ്രതിപക്ഷത്തെ കിട്ടില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിലും ഇത്ര കാലം അവഗണിച്ച ശബരിമല വിഷയത്തെ എടുത്ത് ആഗോള സംഗമമാക്കി മാറ്റുമ്പോൾ ആർക്കും തോന്നുന്ന അതേ സംശയം തന്നെയാണ് സതീശൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സംഗമം വൻ വിജയമെന്ന് പറയുമ്പോഴും സർക്കാർ വിശ്വാസി സമൂഹത്തെ ഒട്ടാകെ തള്ളിക്കളഞ്ഞുവെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ ശത്രുക്കൾ പല കാര്യങ്ങളിലും പരസ്പരം പിന്തുണ അറിയിക്കുന്ന സ്ഥിതിവിശേഷവും ഇന്നത്തെ ചർച്ചയാവുകയാണ്.